ുള്ളത് ഒരു കിഡിലൻ ഫോർച്യൂണറാണ്. അതും സെക്കൻഡ് ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും മേജറായിട്ട് വരാത്തത്. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. റീവണ്ടിയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് യൂട്യൂബിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഒറിജിനൽ കേരള വണ്ടി കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. കാരണം എന്താണെങ്കിൽ ഷോറൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു എക്സ് ഷോറൂം പ്രൈസൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. അപ്പോൾ സെക്കൻഡ്സ് വണ്ടികൾ അധികം കിലോമീറ്റർ വല്ലാതെ കയറാത്ത നല്ല ക്ലീൻ പീസ് വണ്ടി നോക്കുന്ന ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് പരിചയമുണ്ട്. അപ്പോൾ നമ്മുടെ പേജിൽ തന്നെ ഒരുപാട് കമൻസുകൾ വരും, നിങ്ങൾ കുറച്ച് ഒറിജിനൽ കേരള വണ്ടി കൂടെ കൊണ്ടുവരാൻ നോക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ലാസ്റ്റ് ഒരു 5-8 ഫോർച്യൂണറുകൾ ഞാൻ ഇട്ടിട്ടുള്ളതിൽ ഓൾമോസ്റ്റ് ഒരു 80% റീവണ്ടികളാണ് വരുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഞാൻ കൃത്യം ഒരു ഒറിജിനൽ കേരള നമ്മുടെ ലെജൻഡറി ഷേപ്പിൽ വരുന്ന ഒരു കിട്ടിലെ വണ്ടി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് ഏറ്റവും വലിയ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഡീലർമാരുടെ കയ്യിലിരിക്കുന്ന വണ്ടി, അല്ലെങ്കിൽ കച്ചവടക്കാർ ഇങ്ങനെ മാറി മാറി എടുക്കുന്ന വണ്ടി, അല്ലെങ്കിൽ കച്ചവടക്കാർ മേടിച്ചിട്ട് വിൽക്കുന്ന വണ്ടിയൊന്നുമല്ല. ഇത് ഒറിജിനൽ ഫാമിലി യൂസ്ഡ് വണ്ടിയാണ്. കാരണം ആ വീടിൻ്റെ, അതായത് പാർട്ടിയുടെ വീടിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ട്രസ്റ്റാണ്. അതായത് ഇപ്പോൾ കച്ചവടക്കാരുടെ വണ്ടികൾ മോശമായിട്ടല്ല, പക്ഷേ കച്ചവടക്കാരുടെ വണ്ടികൾ വിട്ടിട്ട് ഫാമിലി യൂസ്ഡ് വണ്ടികൾക്ക് ഒരു പ്രത്യേകത കൊടുക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയാൻ കാരണം. വണ്ടി കൃത്യമായിട്ട് ഒറിജിനൽ കേരള ആയതുകൊണ്ട് തന്നെ കമ്പനി സർവീസിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ വണ്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂരാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും തൃശ്ശൂർ വന്ന് എത്തിപ്പെടാൻ എളുപ്പമാണ്, കേരളത്തിൻ്റെ നടുവിലായതുകൊണ്ട് തന്നെ. അപ്പോൾ വണ്ടി വന്ന് കണ്ടതിന് ശേഷം മാത്രം ബാക്കി റേറ്റിൻ്റെ നെഗോസിയേഷൻ കാര്യങ്ങളൊക്കെ നോക്കുക. കാരണം കിടക്കുന്നത് ടൊയോട്ട ഫോർച്യൂണറാണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലാണ്ട് സാധാരണ ഒരു കാറ് ചവിട്ടി ചോദിക്കണ പോലെ ചോദിക്കാൻ പറ്റുന്നൊരു വണ്ടിയല്ല. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. ആ വില നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എത്രയ്ക്ക് ലാസ്റ്റ് കിട്ടും എന്ന് ചോദിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ നേരിട്ട് വന്ന് ആദ്യം വണ്ടി കാണാൻ എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പാർട്ടിയായിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും. ഇതിൻ്റെ ഇൻഷുറൻസ് വാല്യൂ എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് വണ്ടിയുടെ വിലയുടെ ഒരു 70% നമുക്ക് ഫിനാൻസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ സൗകര്യമുള്ളവർക്കാണെങ്കിൽ വണ്ടി പറ്റും. ഇനി വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് നമുക്കൊന്ന് വരാം. ഇപ്പോൾ ഇത് ഒന്ന് അൺലോക്ക് ചെയ്യുമോ? കാരണം ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കീലെസ് എൻട്രി വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും ഇലക്ട്രിക് സീറ്റാണ് വരുന്നത്. സെറ്റ് 4 ഓട്ടോമാറ്റിക് ആണ് വരുന്നത് 4 വീൽ ഡ്രൈവിൽ. അപ്പോൾ ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും അത്രയും പക്ക നീറ്റായിട്ട് വെച്ചിട്ടുള്ളത്. കാരണം ഇൻറ്റീരിയറിൽ ആ സീറ്റ് അപ്പോൾസ്റ്റൊക്കെ കറക്റ്റ് ലെതർ ഫിനിഷിങ്ങിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഗിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മോഡൽ വണ്ടിക്ക് ഒരുപാട് റിഫൈൻഡ് ആയിട്ട് പഴയ വണ്ടിയേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടാണ് ഈ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ബാക്കിലേക്ക് വരാണെന്നുണ്ടെങ്കിലും പക്ക നീറ്റായിട്ട് തന്നെയാണ് വണ്ടി യൂസ് ചെയ്യണത്. ഇപ്പോൾ ഇവിടെ 4 സൈഡിൽ ഇപ്പോൾ എൻട്രി ചെയ്യണ നേരത്തുള്ള ഫോർച്യൂണറിൻ്റെ കൃത്യമായിട്ടുള്ള ലൈറ്റ് ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ഭംഗി വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഫോർച്യൂണർ ഫാൻസിന് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലെന്നറിയാം. ഇതൊക്കെ സെറ്റ് 4 ഏതാണ് സാധനം, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഡ്രൈവിംഗ് കംഫർട്ടബിൾ എന്നൊക്കെ ഉള്ളത് നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഇത് ഫാൻസി നമ്പർ 2222 ഫാൻസി നമ്പറാണ് വണ്ടിക്ക് വരുന്നത്. ആ ഒരു ടൊയോട്ടയുടെ ക്രോമിയം ഫിനിഷ് ഒക്കെ ഈ ടൊയോട്ട ഫോർച്യൂണർ നമുക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എത്രയും വേഗം വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്യുക. സൈഡ് ബോഡി മൊത്തം നിങ്ങളെ കാണിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. ഇൻറ്റീരിയറും കാണിച്ചു തന്നു. പിന്നെ റീലിൽ നമ്മൾ ബാക്കി എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.